കഴിഞ്ഞ ദിവസമാണ് AP അബ്ദുള്ള കുട്ടി സരസ്വതി ദേവിയെയും ദുർഗാദേവിയെയും അങ്ങനെ പല ആളുകളെയും മുസ്ലിം സമുദായത്തില് അംബിയാ മുർസലീങ്ങളുടെ പട്ടികയിൽ പെട്ടവരാണ്, അവരെ അതിൽ ഉൾപ്പെടുത്തണം, ആ പട്ടികയിലേക്ക് ഇവരെ കൂടി ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം സമസ്തയുടെ സമുന്നതനായ നേതാവ്, നമ്മുടെയൊക്കെ നേതാവ് ജിഫ്രി തങ്ങൾ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുണ്ടായി വന്നത്, രംഗത്ത് വന്നത് അല്ലേ. അപ്പൊ ഇവൻ ഇതിങ്ങനെ ആവശ്യപ്പെട്ടപ്പോ അതും ജിഫ്രി തങ്ങൾ പറയണം. ജിഫ്രി തങ്ങൾ പറഞ്ഞാലേ കേരളം കേൾക്കുള്ളൂ. അപ്പൊ ജിഫ്രി തങ്ങൾ അത് പറയണം. ഇത് ജിഫ്രി തങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനും ജിഫ്രി തങ്ങളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാനൊക്കെ കുറെ കാലായിട്ട് ഈ ചങ്ങായി തന്നെ ജിഫ്രി തങ്ങളെ പോയി കണ്ട് ഒരു ഓഫറൊക്കെ വെച്ചിരുന്നു. ജിഫ്രി തങ്ങളെ പോയി കണ്ടൊരു ഓഫറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഓഫർ വേറെ ചില ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ ആളുകൾ ആ ഓഫർ സ്വീകരിച്ച് അവിടെ പോയിട്ടുമുണ്ട്. ജിഫ്രി തങ്ങളോട് ആ ഒരു ഓഫർ വെച്ചപ്പോ തങ്ങൾ പറഞ്ഞത് വേണ്ടെന്നാ. ഞാൻ അതൊന്നും പറയുന്നില്ല, ഓഫർ എന്താണെന്നോ പോയ ആൾക്കാരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോ ജിഫ്രി തങ്ങൾ പറയണം എന്നുള്ളതാണ് ആര് പറഞ്ഞത്? ഈ ചങ്ങായി പറഞ്ഞത്. എന്താ പറയേണ്ടത് ജിഫ്രി തങ്ങൾ ഈ പട്ടിക, അംബിയാ മുർസലീങ്ങളുടെ പട്ടിക ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ആ ഒരു പട്ടിക പുറത്തേക്ക് ഇറക്കണം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് എന്തായിരിക്കും ഇവനിത് പറയണമെങ്കില്, ആര് ഈ അബ്ദുള്ള കുട്ടി എന്ന് പറയുന്നവൻ ഇത് പറയണമെങ്കില് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ. എന്തായിരിക്കും ആ കാരണം എന്ന് ഞാനിങ്ങനെ ആലോചിച്ച്, മനസ്സിലാവുന്നുണ്ടാവും. ഇത് ഒരു കാരണമില്ലാതെ ഇവൻ ഇത് പറയില്ല. കാരണം യാതൊരു കേരളത്തിലെ രാഷ്ട്രീയക്കാര് എന്ന് പറയുന്നത് നമ്മളെ ലോകത്തുള്ള രാഷ്ട്രീയക്കാരില് ഈ അബ്ദുള്ള കുട്ടി ഒരു കുറച്ച് വ്യത്യാസമാണ്. എന്താണ്? ബാക്കിയുള്ളവരൊക്കെ പല രീതിയിലുള്ള പല കാര്യങ്ങൾക്ക് തയ്യാറാ അവരുടെ രാഷ്ട്രീയ ജീവിതത്തില്. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇവൻ വളരെ ഈസി ആയിട്ട് സേഫായ വഴി എന്താണോ അത് മാത്രമാണ് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. ആ അന്വേഷണത്തിന്റെ പുറകെയാണ് ഇവൻ BJPയിൽ എത്തിയതും. അപ്പൊ ഇവൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ എന്തായിരിക്കും കാരണം? ഞാൻ കുറെ ആലോചിച്ച് നോക്കി, എനിക്കൊന്നും മനസ്സിലായില്ല. അത് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇന്നലെ ഒരു വാർത്ത വരുന്നത്. എന്ത്? BJP പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വരിക. AP അബ്ദുള്ള കുട്ടിയുടെ പേര് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനത്ത്, ദേശീയ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തിരുന്ന AP അബ്ദുള്ള കുട്ടിയുടെ പേര് വെട്ടി. അത് ഇന്നലെയാണ് വന്നത്. ഇവൻ ഈ അംബിയാ മുർസലീങ്ങളുടെ പട്ടിക അപ്ഡേറ്റ് ചെയ്യണം, തങ്ങളെ ജിഫ്രി തങ്ങൾ അത് പ്രഖ്യാപിക്കണം എന്ന ആവശ്യവുമായിട്ട് വരുന്നത് ഇതിന്റെ 2 ദിവസം മുമ്പ്. ഇപ്പൊ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയല്ലോ, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാല് അവിടെ ഡൽഹിയിൽ ഇങ്ങനെ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സിംഗില് തന്റെ ആ പേര് അവിടെ തന്നെ വേണം, അത് അവിടുന്ന് വെട്ടരുത്. ഇനി അതിന്റെ മുകളിലോട്ട് പോയാലും കുഴപ്പമില്ല, താഴോട്ട് വരരുത് എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പ്രതികരണം വെക്കുകയും ആ പ്രതികരണത്തില് ഈ പറയുന്ന അംബിയാ മുർസലീങ്ങളുടെ പട്ടിക അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തത്. അപ്പോ ഇന്നലെ ഈ വാർത്ത വന്നപ്പോ എനിക്കൊരു ഇതാണ് റീസൺ. ഇതാണ് എന്ത്? അവിടെ പട്ടിക പുതുക്കുന്നുണ്ട്, പുറത്താകാനുള്ള സാധ്യതയുണ്ടെന്ന് ഇവനെന്നെ അറിയാം. അതറിയുന്നത് കൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന കേരളത്തിൽ വെച്ച് നടത്തിയത്. അപ്പോ ഇവൻ അവിടുന്ന് പുറത്താകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഇവൻക്ക് തന്നെ അറിയായിരുന്നു. എന്തേ കാരണം ഇവനിപ്പോ അതിപ്പോ ഇവനെ മാത്രമൊന്നല്ല കേട്ടോ, BJP ആരൊക്കെ ചാക്കിട്ട് പിടിച്ചിട്ടുണ്ടോ, ചാക്കിട്ട് പിടിക്കുക എന്ന് പറഞ്ഞാല് കൃത്യമായിട്ട് ഈ എന്താ പറയേണ്ടത്, രാത്രി കാലങ്ങളില് മോഷണത്തിനിറങ്ങുന്ന മോഷ്ടാക്കള് ചാക്കിലാക്കി കൊണ്ടുപോകുന്നത് പോലല്ല, കൃത്യമായി വില പറഞ്ഞ് ഉറപ്പിച്ച് ബാർഗെയിൻ ചെയ്ത് വില പറഞ്ഞ് ഉറപ്പിച്ചിട്ട് പർച്ചേസ് ചെയ്തതാണ് BJP. ഇവനെ പോലെയുള്ള കുറെ ആളുകൾ. അത് ഇവനെ മാത്രമല്ല, ഇവനെയൊക്കെ പർച്ചേസ് ചെയ്യാന് ഇവരെന്താ കരുതിയെന്ന് വെച്ചാല് കൂട്ടത്തില് മുസ്ലിം നാമധാരിയായ ഒരുത്തം വേണം, ക്രൈസ്തവ നാമധാരിയായ ഒരുത്തം വേണം, അങ്ങനെ ആളുകൾ വേണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നത്.
ആ ആളുകൾക്ക് വേണ്ടിയാണ് ഈ കളികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോ അങ്ങനെ പർച്ചേസ് ചെയ്ത ഘട്ടത്തില് ഇവൻ ഈ പറയുന്ന സംഘപരിവാറിനെ തെറ്റിദ്ധരിപ്പിച്ചത് അല്ലെങ്കിൽ അവരെ ധരിപ്പിച്ചു വെച്ചത് എന്താണെന്ന് വെച്ചാല്, എന്റെ കക്ഷത്തില് മുസ്ലിം സമുദായം ഞാൻ എന്താ പറയുന്ന, ഞാൻ എങ്ങോട്ടാ പോകുന്ന, ഞാൻ എന്താ എവിടെ നിൽക്കണ, അവിടെ ഒക്കെ ഓലുണ്ടാവും. ഞാൻ പറയുമ്പോൾ ഓല് കേൾക്കും. അപ്പൊ ഇവനത് പറഞ്ഞതിന് ഇവന് ചിലപ്പോൾ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇപ്പോ ഇവൻ CPM-ന്റെ ഭാഗമായിട്ട് CPM-ലൂടെ വന്ന ഒരു ചങ്ങായിയാണ് ഈ അബ്ദുള്ളക്കുട്ടി. അപ്പൊ CPM-ന്റെ ഭാഗമായി നിന്ന് ജനപ്രതിനിധി ആയിട്ടുണ്ട്, MP ആയിട്ടുണ്ട്, കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന് ജനപ്രതിനിധി ആയിട്ടുണ്ട്. അപ്പോ ഇവൻ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ കോൺഗ്രസിൽ നിന്നാലും CPM-ൽ നിന്നാലും ഇനി BJP-യിൽ നിന്നാലും എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ ജയിക്കും, എന്റെ കൂടെ ആളുണ്ട് എന്നൊക്കെ ധരിപ്പിച്ചതിന്റെ പേരിൽ അതൊക്കെ ബാർഗൈനിങ്ങിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പൊ അത് കേട്ടപാട് BJP-കാരൻ വിചാരിച്ചു, അത് ശരിയാണല്ലോ, ഇവൻ CPM-ന്റെ കൂടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു, കോൺഗ്രസിൽ വന്നു അവിടെയും മത്സരിച്ച് വിജയിച്ചു, ഇനിയിപ്പോ നമ്മളെ കൂടെ വന്ന് അവിടെയും മത്സരിച്ച് വിജയിക്കും. അങ്ങനെയൊക്കെ എഴുതിയിട്ടിരിക്കും. അപ്പൊ എന്താ പ്രശ്നം? ഇതുപോലെ ഇവര്, ഞാൻ പറയുന്നത് ഇവർ ഓരോ സമുദായത്തെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാണ്. അപ്പൊ ടാർഗറ്റ് ചെയ്യുമ്പോ മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്തപ്പോ ഇവര് കണ്ടത് ഔളക്കുട്ടിനെയാണ്. ഇനി ഇപ്പുറത്ത് വേറൊരു ചങ്ങായിണ്ട്, PC ജോർജ്. സഭ എന്റെ കക്ഷത്തിലാണെന്ന് പറഞ്ഞ് അങ്ങ് ഡൽഹിയിൽ ചെന്ന് ബാർഗെയിൻ ചെയ്ത് പറഞ്ഞ പണം എണ്ണി വാങ്ങിയിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന ഒരു ചങ്ങായി. മനസ്സിലായില്ലേ? അപ്പോ ഇത് തന്നെയാണ്, ബാർഗൈനിങ് ആണ് പ്രധാന വിഷയം. അങ്ങനെ ബാർഗൈൻ ഇതൊക്കെ നടത്തിയിട്ട് അവസാനം നോക്കുമ്പോ BJP ഈ തെരഞ്ഞെടുപ്പും കൂടി കഴിഞ്ഞ് നോക്കുമ്പോ ഇവരെ ഒന്നും കൊള്ളൂല, ഇവരെ ഒന്നും ഒരു വസ്തുവിന് പറ്റൂല എന്ന് മനസ്സിലാക്കിയിടത്ത് നിന്നാണ് ഇത്തരത്തില് ഒരു സംഭവം പുറത്തേക്ക് വരുന്നത്. അപ്പൊ അവിടെ നിന്നാണ് ഇതൊക്കെ എവിടെ നിന്ന് തുടങ്ങി വെച്ചാല് ഈ പുനഃസംഘടന, BJP-യുടെ പുനഃസംഘടന അവിടെ ഡൽഹിയിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൽ നിന്നാണ് ഇങ്ങനെ പല ആവശ്യങ്ങളുമായിട്ട് ഇറങ്ങിയത്. അപ്പൊ ഞാൻ ഇത് പറയുമ്പോ തന്നെ മറ്റൊന്നും കൂടി കൂട്ടി പറയണം. അത് പറയേണ്ടത് ഈ PC ജോർജിനാണ്. ഈ PC ജോർജ് ഇപ്പൊ കഴിഞ്ഞ ദിവസം PC ജോർജ് എന്തോ ഒരു കാര്യം ലക്ഷ്യം വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയല്ലോ, എനിക്കൊറ്റ തന്തയുള്ളൂ, അത് പ്ലാത്തോട്ടത്തിൽ ചാക്കോയല്ല, മറിച്ച് എന്റെ തന്ത മോദിജിയാണ്. അപ്പൊ മൊത്തത്തിൽ എല്ലാരും ചോദിച്ച്, അതെങ്ങനെപ്പാ ഗുജറാത്തിലുള്ള മോദിജി ഇവിടെ എത്തിയോ? അതും പ്രായം വെച്ച് നോക്കുമ്പോ ഒരേ പ്രായക്കാര് അല്ലേ? ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഒരേ പ്രായക്കാരല്ല, സമാനമായ പ്രായക്കാര്. അപ്പൊ എങ്ങനെ അത് സംഭവിച്ചു എന്നൊക്കെ എല്ലാരും ചോദിച്ചു. അപ്പോ PC ജോർജും തന്ത മോദിയാണെന്ന് പറഞ്ഞതും ഇങ്ങനെ അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു മെച്ചുണ്ടാകും എന്ന് കരുതിയിട്ടായിരിക്കണം. അപ്പൊ ഇതാണ് ഇവരുടെയൊക്കെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഔളക്കുട്ടി എന്താ ചെയ്തത്? ഔളക്കുട്ടി ജിഫ്രി തങ്ങൾക്ക് ഉപദേശം, ജിഫ്രി തങ്ങൾക്ക് ലിസ്റ്റ് കൊടുക്കുകയാണ്, ലിസ്റ്റ് കൈമാറുക. ജിഫ്രി തങ്ങളെ നിങ്ങളിതൊന്ന് പ്രഖ്യാപിക്കണം, നിങ്ങൾ പറഞ്ഞാല് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് വിശ്വാസമാണ്, നിങ്ങൾ പറയണം. ഇതാണ് ജിഫ്രി തങ്ങളോട് പറഞ്ഞത്. ആലോചിച്ചു നോക്കണം നിങ്ങള്. അപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത് ഇന്നലെ പുനഃസംഘടന വന്നപ്പോ ഇവന് മനസ്സിലായി. ഇപ്പൊ എന്തായി? ഇപ്പൊ വെട്ടി വലിച്ചു വാരി പുറത്തേക്ക് ഇട്ടിരിക്കുകയാ. എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചാല് കൃത്യമായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത, അത് മുസ്ലിം സമുദായമാവട്ടെ, ഇവിടുത്തെ മറ്റുള്ള ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന സഹോദരങ്ങളാവട്ടെ, ഹൈന്ദവരാവട്ടെ, ക്രൈസ്തവരാവട്ടെ, ആരുമാവട്ടെ, ഇവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത എന്താണെന്ന്, ഇവരുടെ പൊളിറ്റിക്കൽ സെൻസ് എന്താണെന്ന് അളക്കാനോ മനസ്സിലാക്കാനോ ഇവറ്റകൾക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിന്റെ ഒരു ഫലമാണ് ഇതെന്ന് പറയുന്നത്. ഇതില് ഈ പറയുന്ന BJP അവർക്ക് ഇപ്പോഴും കേരളം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ആ മനസ്സിലാകാത്തതിന്റെ
പുറകിൽ നിന്നാണ് ഇത്തരക്കാരെ പർച്ചേസ് ചെയ്തിട്ട് ഇവര് നടക്കുന്നത്. ഇവര് കരുതിയത് ഇങ്ങനെ പർച്ചേസിങ്ങിലൂടെ എല്ലാം അങ്ങ് നേടിയെടുക്കാം. ഏത് ഉത്തരേന്ത്യയിലൊക്കെ ഇതാണല്ലോ സ്ഥിരമായിട്ട് നടത്തുന്നത്. പർച്ചേസ് ചെയ്യുക, അത് അനുഭവിക്കുക, പർച്ചേസ് ചെയ്യുക, അത് അനുഭവിക്കുക. അപ്പൊ ആ പർച്ചേസിങ്ങിലൂടെ തന്നെ കേരളത്തിലും അത് അനുഭവിക്കാൻ കഴിയും എന്ന് കരുതിയവർക്ക് തെറ്റി എന്നല്ലാതെ നമ്മൾ എന്ത് പറയാനാ? എന്താണെങ്കിലും ഔലക്കുട്ടിനെ ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പിടിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പകരം ഇവിടെ പേരിന് എന്താ പറയേണ്ടത്, ഈ മുസ്ലിം നാമധാരികൾ ആരെങ്കിലും വേണമല്ലോ. അതിനായിട്ട് എന്ത് ചെയ്തു, ഔലക്കുട്ടിനെ ദേശീയ സെക്രട്ടറിയാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഇട്ടിട്ട് യു പിയിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ യു പിയിൽ നിന്നുള്ള ഒരു താരിഖ് മൻസൂർ എന്ന് പറയുന്ന ഒരു ചങ്ങാതി, അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ മുൻ VC ഒക്കെ ആയിരുന്ന വ്യക്തിയാ. ആ താരിഖ് മൻസൂറിനെ പിടിച്ചിട്ട് ദേശീയ സെക്രട്ടറി ഔലക്കുട്ടിനെ ഇറക്കി ആ കസേരയിൽ ഈ താരിഖ് മൻസൂറിനെ ഇരുത്തിയിരിക്കുക. അപ്പൊ ഔലക്കുട്ടി ഇത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ആ കണ്ടതിന്റെ ഫലമായിട്ടാണ് ഔലക്കുട്ടി ഇവിടെ ലിസ്റ്റൊക്കെ പുറത്തു വിട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.